തെയ്യാട്ടത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഒട്ടേറെ തെയ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ അപൂർവങ്ങളായ തെയ്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും കാണാത്തൊരു തെയ്യമാണ്. കാണാത്തൊരു തെയ്യം എന്ന് പറഞ്ഞാൽ ഹനുമാൻ തെയ്യം. രാമായണത്തിലെ ബാലിയും സുഗ്രീവനും സീതയും തുടങ്ങി ഒട്ടേറെ തെയ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഹനുമാൻ തെയ്യം കാണാൻ സാധ്യതയില്ല. എന്നാൽ കണ്ടവർക്കും കാണാത്തവർക്കും ഒരു പുതിയൊരു കാഴ്ചയായി ഇതാ വരുന്നു. നിങ്ങൾക്ക് കാണാം ഹനുമാൻ തെയ്യം. രാമായണ കഥയിലെ ശ്രീരാമന്റെ ഉറ്റ ചങ്ങാതിയും ഭക്തനുമാണ് ഹനുമാൻ. രാമായണത്തിലുടനീളം ഹനുമാന്റെ വിവിധങ്ങളായ കഥകൾ നമുക്ക് കാണാം. മരണമില്ലാത്തവൻ ആരോ അവനാണ് ഹനുമാൻ. മഹാബലവാൻ. ലങ്കയിൽ നിന്നും സീതയെ വീണ്ടെടുക്കുന്നതിനായി ലങ്കയിലേക്ക് ചാടിയ ഹനുമാൻ. ഹനുമാനായ ആഞ്ജനേയ സ്വാമിക്ക് ഭാരതത്തിലും കേരളത്തിലും അനേകം ക്ഷേത്രങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ട്. പഞ്ചമുഖനാണത്രേ ഹനുമാൻ. എന്നാൽ ഈ രൂപം അപൂർവം ക്ഷേത്രങ്ങളിലാണ് കാണാൻ കഴിയുക. അഞ്ജന എന്ന വാനരയുടെയും കേസരിയുടെയും മകനാണ് ഹനുമാൻ. എന്നാൽ വായുപുത്രനാണെന്നാണ് ഹനുമാനെ അറിയപ്പെടുന്നത്. സാക്ഷാൽ ശിവന്റെ ശക്തി തന്നെയാണ് ഹനുമാൻ എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. വീരനും ബലവാനും മരണമില്ലാത്തവനുമായ ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ജനേയൻ്റെ ഒട്ടേറെ വീരകഥകൾ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.
രാമായണ കഥയിലെ ശ്രീരാമന്റെ ഉറ്റ തോഴനും സഹായിയും ഭക്തനുമാണ് ഹനുമാൻ. മരണമില്ലാത്തവനാരോ അവനാണ് ഹനുമാൻ. മഹാബലവാനും വായുപുത്രനുമായ ഹനുമാൻ രാമനാമം ജപിക്കുന്നിടത്തെല്ലാം പ്രത്യക്ഷപ്പെടും എന്നാണ് ഭക്തരുടെ വിശ്വാസം. പഞ്ചമുഖനായ ആഞ്ജനേയനെ കുറിച്ച് ധാരാളം കഥകൾ നിങ്ങൾ രാമായണത്തിൽ മാത്രമല്ല മറ്റ് നാട്ടുകഥകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വടക്കേ മലബാറിൻ്റെ സ്വന്തം കലാരൂപമായ അല്ലെങ്കിൽ അനുഷ്ഠാന രൂപമായ തെയ്യങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ ആഞ്ജനേയനെ കെട്ടിയാടാറുള്ളൂ. അങ്ങനെയൊരു ഇല്ലമാണ് പയ്യന്നൂർ വടശ്ശേരി പെരിങ്ങോട്ടില്ലം. ആദ്യകാലങ്ങളിൽ ഇവിടെ ഹനുമാൻ തെയ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവരുടെ കുടുംബ തെയ്യങ്ങളിൽ ഒന്നായിത്തീർന്നു ആഞ്ജനേയ സ്വാമി. ഹനുമാൻ ക്ഷേത്രങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും ഭാരതത്തിലെമ്പാടും ഹനുമാനെ കാണാൻ പറ്റും. എന്നാൽ വടക്കേ മലബാറിൽ മാത്രം കാണുന്ന തെയ്യം തിറകളിൽ ഹനുമാൻ തെയ്യം ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് പയ്യന്നൂരിനടുത്ത വടശ്ശേരിയിൽ പെരിങ്ങോട്ടില്ലത്തിൽ ഹനുമാൻ തെയ്യത്തെ കെട്ടിയാടിക്കാൻ തുടങ്ങിയത്. അഞ്ജനനോട്ടത്തിൽ പേരുകേട്ട ഇല്ലത്തിൽ ആഞ്ജനേയ സ്വാമിക്ക് കെട്ടിക്കോലമുണ്ട്. ഇല്ലത്തിൻ മുറ്റത്തും അകത്തും പുറത്തും കുളക്കടവിലും ആഞ്ജനേയ സ്വാമി സഞ്ചരിക്കും. തൻ്റെ ആയുധമായ ഗദയും പിടിച്ച് ഇല്ലപ്പറമ്പിലാകെ ചുറ്റി നടക്കുന്ന ആഞ്ജനേയ തെയ്യം അല്ലെങ്കിൽ ഹനുമാൻ തെയ്യം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. തിരുമുറ്റം നിറഞ്ഞാടി തിമിർക്കും. അതിനുശേഷമാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നത്. മേലാസകലം രോമാവൃതമായ കുപ്പായം ധരിക്കും ഹനുമാൻ തെയ്യം. ഏകദേശം ബാലിത്തെയ്യത്തിൻ്റെ പോലുള്ള തിരുമുടിയും നീണ്ട വാലും ആടയാഭരണങ്ങളും ചേർന്നുള്ള രൂപവും അഭിനയവുമാണ് ആഞ്ജനേയ തെയ്യത്തിൻ്റേത്. വലിയ മരങ്ങളും ഫലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന ഇടമാണ് പെരിങ്ങോട്ടില്ലം. ഇല്ലവും തെയ്യക്കാവും വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ സംരക്ഷിച്ച് കാണുന്നത് തന്നെയാണ് ഇവിടത്തെ അപൂർവ കാഴ്ച. രാമായണ കഥയിലെ ശ്രീരാമൻ, സീത, ബാലി, സുഗ്രീവൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്കെല്ലാം തെയ്യക്കോലങ്ങൾ ഉണ്ട്. അത് കാണണമെങ്കിൽ അങ്ങ് തലശ്ശേരിക്കടുത്ത ആണ്ടല്ലൂർ കാവിലേക്ക് തന്നെ പോകണം. എന്നാൽ ഹനുമാൻ തെയ്യം അവിടെ എങ്ങുമില്ല. ഇവിടെ മാത്രമേ ഹനുമാൻ തെയ്യം ഉള്ളൂ.
അഞ്ജന എന്ന വാനരയുടെ പുത്രനായി ത്രേതായുഗത്തിൽ പിറന്നവനാണത്രേ ഹനുമാൻ. ഹനുമാൻ കഥയും ഐതിഹ്യവും എല്ലാം ശ്രീരാമ കഥയുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. ശ്രീരാമസ്വാമിയുടെ ഭക്തർ ഹനുമാനെ ശ്രീരാമനോടൊപ്പം തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതേപോലെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പയ്യന്നൂർ വടശ്ശേരി പെരിങ്ങോട്ടിലത്തെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ മൂർത്തിയാണ് അല്ലെങ്കിൽ ആരാധനാ ദേവനാണ് ഹനുമാൻ. അതുകൊണ്ട് തന്നെയാണ് ഹനുമാൻ സ്വാമിക്ക് ഇല്ലത്തിൻ്റെ എവിടെയും പ്രവേശനമുണ്ട്. ഇല്ലത്തുള്ളവരുടെയും ഭക്തരുടെയും കൺകണ്ട ദൈവമാണ് ഹനുമാൻ. തെയ്യങ്ങളിൽ അപൂർവങ്ങളായ ഹനുമാൻ തെയ്യത്തിൻ്റെ തെയ്യാട്ടക്കാവായ പെരിങ്ങോട്ടില്ലവും പരിസരവും ഇന്നും മരങ്ങളുടെ ഒരു കൂട്ടമാണ്. മരങ്ങളെയും ദൈവങ്ങളെയും കുടിയിരുത്തി പരിപാലിച്ചു പോന്ന ഇവിടം അഞ്ജന നോട്ടത്തിനും പ്രസിദ്ധമാണ് ഈ ഇല്ലം. തെയ്യാട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹനുമാൻ തെയ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു തെയ്യത്തിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.